ഗംഗാവലി പുഴയിലെ രക്ഷാദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട പേരാണ് ഈശ്വർ മാൽപ്പയുടേത്. ഈശ്വർ മാൽപ്പ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ തിരഞ്ഞ പേരുകളൊന്നും താങ്കളുടേതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പുഴയിലെ തിരച്ചിലിലെ ഏറ്റവും വെല്ലുവിളി എന്തായിരുന്നു? ഇവിടെ ഞങ്ങൾ 2 നാൾ വേലയാക്കി. ഇന്നലെയാക്കി ഇന്നാക്കി. ഇന്നലെ ഒരു 6 ഡേ ആക്കി, ഇന്നൊരു 2 ഡേ ആക്കി. എന്താ ഇവിടെ കഷ്ടം പറഞ്ഞാൽ വെള്ളം ഒരുപാട് വെളിയുണ്ട്, പിന്നെ തണ്ണി കളക്കായിട്ടുണ്ട്. അപ്പം കീഴെ പോയി ഒന്നും കാണാൻ വയ്യ. നമുക്ക് അവിടെ കീഴെ കിട്ടിയത് ആലമരൻ്റെ കഷ്ണ, പിന്നെ കമ്പി, വീടിൻ്റെ തകട് ഷീറ്റ്, പിന്നെ കല്ല്. താഴേക്ക് പോയപ്പോൾ ഏറ്റവും നമുക്കൊരു ചാലഞ്ച് എന്തായിരുന്നു ശരിക്കും? കീഴെ പോയ ആൾ മേലോട്ട് പറഞ്ഞ ഒത്തിരി ബുദ്ധിമുട്ട്. സ്വന്തം റിസ്കിൽ ഞങ്ങൾ പോയി. എന്താ പറഞ്ഞാൽ കീഴെ 3 പേരുണ്ട്. എവിടെ ഉണ്ടെന്ന് തെരിയില്ല. അതിനോട്ട് ഞങ്ങൾ വന്നു. ഏറ്റവും ഈ അടുത്ത കാലത്ത് പോയിട്ടുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഇത്. ഒത്തിരി ചാലഞ്ച്. ഈ കർണാടകത്തിൽ 1000 ബോഡി എടുത്തിട്ടുണ്ട് എല്ലാത്തിൽ. ഇവിടെ വന്ന് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടായി. അതായത് ഈശ്വർ മാൽപ്പയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് പരമാവധി ഈ വിഷയത്തിൽ ഇവിടെ ഈ രക്ഷാദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ പല പ്രതിസന്ധികൾ ഈ വിഷയത്തിൽ വന്നു. നോക്കണം, ഒരു കാര്യം, ഈ നാവികസേനാ ഉദ്യോഗസ്ഥർ പോലും ഇറങ്ങാൻ മടിച്ചയിടത്താണ് ഈശ്വർ മാൽപ്പെ ചങ്കുറപ്പുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങിയത്. First of all, on behalf of the district administration, I'm very grateful that they took this effort. They took a risk of their life, and with all safety measures they have done it. We'll have to appreciate all the effort. But unfortunately, even in the 4th point, we could only get a tree, mud and boulders. ഏതായാലും ഈ കാരാവല്ലി മേഖലയിലെ തീരദേശ കർണാടക മേഖലയിലെ ഏറ്റവും വൈദഗ്ധ്യമുള്ള മുങ്ങൽ വിദഗ്ധരെ തന്നെയാണ് ഈ ഒരു ശ്രമത്തിന്, ഈ ഒരു ദൗത്യത്തിന് കൊണ്ടുവന്നത്. River is very risky now. Next month, another 21 days rain is there, and for that it is very difficult to work in this situation. സാഹചര്യം വീണ്ടും അനുകൂലമായാൽ വീണ്ടും ഒരു ശ്രമം കൂടി നടത്താൻ എത്തും എന്ന് തന്നെയാണ് ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കുന്നത്. വിനോദ് മൊറാഴയ്ക്കൊപ്പം ഷിരൂരിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.